It's tail from let's fly, let's fly. It's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. Hello guys, welcome back to Tail Frogs. Tail frog, let's fly, let's fly. Hey, it's tail frog. Let's fly, let's fly. നമ്മളിത് കാണാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയ കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ലിറ്റിൽ നിക്കി എന്ന സിനിമയാണ്. പറച്ചിലൊക്കെ ഹൊറർ കോമഡി എന്നാണെങ്കിലും പ്രത്യേകിച്ച് ഹൊറർ ഒന്നും ഇല്ല കേട്ടോ, ഇതിനകത്ത് കോമഡി മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's tail frog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നല്ലൊരു ഗിരിരാജൻ കോഴി. അയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് കയ്യിലാണെങ്കിൽ ഒരു വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അയാൾ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടില് ഒരു ലേഡി ഉണ്ടായിരുന്നു. ഇവരെ വായി നോക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ ഈ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. എന്തോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബാൽക്കണിയിലൊക്കെ കയറിയിരിക്കൂലേ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി ഇപ്പൊ അവരുടെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മുടെ ഗിരിരാജൻ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ അയാള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ ഡ്രസ്സ് മാറുന്നത് നോക്കി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ഒരു പയ്യൻ ഇപ്പൊ ആ ഒരു ബെഡ്റൂമിലോട്ട് കയറി വരുന്നുണ്ട്. അവരുടെ മോനാണെന്ന് തോന്നുന്നു. ആ ഒരു കുട്ടി വന്നുകൊണ്ട് തന്നെ ഇവര് ഡ്രസ്സ് മാറലൊക്കെ നിർത്തിയിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗിരിരാജൻ കോഴിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓഹ്, ഈ ചെക്കന് വരാൻ കൊണ്ടൊരു സമയം എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിയ്ക്കുന്ന ആ ഒരു റൂമില് ഫോൺ ഇപ്പൊ റിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയാണ് പോയിട്ട് ഫോൺ എടുക്കുന്നത്. വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഗിരിരാജൻ കോഴി തന്നെയായിരുന്നു. അയാളിപ്പോ അവന്റെ അടുത്ത് എന്തിനാടാ മോനെ നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്, താഴെ പോയിരുന്നിട്ട് വല്ലതും കളിക്കടാ, ഞാൻ നിന്റെ അമ്മേനെ ശരിക്കും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കനെ നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇയാൾ ഈ ഒരു മരത്തിന്റെ മുകളിൽ കിടന്നിട്ട് ഈ ഒരു പയ്യനടുത്ത് സംസാരിക്കാനായിട്ട് സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ലേഡി മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇയാൾ അവിടെ ഇരിക്കുന്നത് കാണാണ്. പയ്യനാണെങ്കിൽ ഇയാൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തെറ്റാലി വെച്ചിട്ട് നേരെ നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ മണ്ടയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. അടി കൊണ്ടിട്ട് ബാലൻസ് പോയിട്ട് അയാൾ നേരെ തെറ്റിദ്ധരിച്ചിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷേ മരത്തിന്റെ മുകളിൽ നിന്ന് വീണെങ്കിലും ഇയാൾ താഴെ എത്തുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് അയാൾ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ആശാനിപ്പോ വന്ന് വീണേക്കുന്നത് നരകത്തിലേക്കാണ്. ഈ ഒരു നരകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു തീക്കുണ്ടം അങ്ങനെ നിന്ന് കത്തുന്നുണ്ട്. അത് ഭൂമിയിൽ നിന്നും നരകത്തിലേക്കുള്ള ഒരു പോർട്ടലാണ്. അതായത് ഭൂമിയിൽ നിന്ന് ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്ത് മരിക്കുന്ന ആൾക്കാര് ഈ ഒരു വാതിൽ വഴിയാണ് നരകത്തിലേക്ക് എത്തുക. നമ്മുടെ ഗിരിരാജൻ കോഴിക്കാണെങ്കിൽ അയാൾ മരിച്ചുപോയി എന്നുള്ള കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചുറ്റും നോക്കിയിട്ട് ആശാൻ പറയാണ്, ഇത് ഏതോ സിനിമയുടെ തെറ്റ് പോലെ ഉണ്ടല്ലോ, എന്തായാലും ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് സെറ്റാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ നായികമാരൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. എന്നാല് അവിടെ കണക്ക് എഴുതിക്കൊണ്ടിരുന്ന ഒരാള്, അയാളെ നമുക്ക് സ്റ്റീവ് എന്ന് വിളിക്കാം. സ്റ്റീവ് ആണ് ഈ ഒരു പോർട്ടലിലെ കാവൽക്കാരൻ. അതുപോലെ തന്നെ അവിടെ വന്നു വീഴുന്ന ആൾക്കാരുടെ കണക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ഇപ്പൊ പുള്ളി പറയാണ്, എടോ താൻ തട്ടിപ്പോയി, ഇപ്പൊ നരകത്തിലാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നരകത്തിന്റെ രാജാവ് ജീവിക്കുന്ന ആ ഒരു ബ്ലാക്ക് കാസിൽ അതിപ്പോ ഇങ്ങനെ കാണിക്കുകയാണ്. ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് പോകുന്നതോറും റോക്ക് മ്യൂസിക് ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങാണ്. ഈ ഒരു നരകത്തിന്റെ ഇപ്പോഴത്തെ രാജാവിന്റെ ഏറ്റവും മേളയ മോൻ അവനാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള നിക്കി. അവനവന്റെ റൂമില് നല്ല സൗണ്ടില് റോക്ക് മ്യൂസിക് വെച്ചിട്ട് അവിടെ കിടന്നിങ്ങനെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് നിക്കിയുടെ റൂമിലേക്ക് ജിമ്മി വരുന്നത്. ജിമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ രാജാവിന്റെ അസിസ്റ്റന്റ് ആണ്. ജിമ്മി ഇപ്പോ നിക്കിയോട് പറയാണ്, നിന്നെ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോ ഒന്നങ്ങോട്ട് വരാൻ വേണ്ടി പറയാണ്. നിക്കി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പൊ എന്നെ കാണണമെന്ന് പറയുന്നത്? നിന്റെ അച്ഛൻ ഈ ഒരു നരകം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10,000 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഓരോ 10,000 വർഷം കൂടുമ്പോഴും അപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നരകം ഭരിക്കാനുള്ള ആ ഒരു അധികാരം അത് കൈമാറുന്നുള്ളത് നിനക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് അടുത്തതായിട്ട് ഈ ഒരു നരകം ഭരിക്കുന്നത് ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛൻ നിങ്ങൾ മക്കളെ 3 പേരെയും കാണണം എന്ന് പറയുന്നത്. ഇപ്പൊ നിക്കി പറയാണ്, ഓ അതിനിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്, എനിക്കങ്ങനെ രാജാവാനുള്ള ആഗ്രഹമൊന്നുമില്ല, മാത്രമല്ല എന്റെ ഉള്ളില് അത്ര വലിയ ഈവിൾനെസ് ഒന്നുമില്ല. നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ അച്ഛൻ എന്തായാലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് ജിമ്മി ഓടുന്ന് പോവാണ്. നിക്കിയുടെ പ്രദേശത്ത് നേരത്തെ അവിടെ ഹാജരായിട്ടുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ രാജാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ്. ഈ മൊട്ടത്തലേന്റെ പേരാണ് കാഷ്യസ്, മറ്റവൻ ഏഡ്രിയൻ. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ നിക്കി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ 2 ബ്രദേഴ്സിനും നിക്കിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിക്കി അങ്ങോട്ടേക്ക് കയറി വന്ന ആ ഒരു സമയത്ത് കാഷ്യസിന്റെ ആ ഒരു ഈവിൾ പവർ ഉപയോഗിച്ചിട്ട് നിക്കിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവന്റെ കൈ തന്നെ ഉപയോഗിച്ചിട്ട് അവന്റെ പീപ്പിക്കിട്ട് ഇങ്ങനെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്കിക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ചേട്ടാ എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഒന്ന് നിർത്തി ചേട്ടാ, എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കാറി പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടോണ്ടാണ് നരകത്തിന്റെ രാജാവായിട്ടുള്ള ഇവരുടെ ഡാഡി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പുള്ളി ഇപ്പൊ പറയാണ്, കാഷ്യസ് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിക്കിയുടെ മുകളിൽ കൈവെക്കരുതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കാഷ്യസ് പറയുന്നുണ്ട്, ഓ സോറി ഡാഡി, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ആവർത്തിക്കാതെ എന്നാ നിനക്ക് കൊള്ളാം, അത് നീ ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തരണ്ടേ എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ആശാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കാഷ്യസ് എന്തോ ഇടി കിട്ടിയ രീതിയിൽ അവിടുന്ന് തെറിച്ചു പോയിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ഭിത്തിന്റെ മുകളിലിടിച്ച് താഴേക്ക് വീഴാണ്. ഡാഡി ഇപ്പോ നിക്കിനെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് രാജാവിന്റെ ആ ഒരു സിംഹാസനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ 3 മക്കളും ഇയാൾ ഇരിക്കുന്നതിന്റെ നേരെ മുന്നിലായിട്ട് വന്നിരിക്കുന്നുണ്ട്. അവരോട് സംസാരിച്ചു തുടങ്ങാണ്. നിങ്ങൾ 3 പേരിൽ നിന്നും ഒരാളെ എനിക്ക് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. കാഷ്യസ് കുറച്ച് ബുദ്ധി കുറവുണ്ടെങ്കിലും ഒരുപാട് ശക്തിയും അതിലേറെ ഈവിൾനെസ്സും നിനക്കുണ്ട്. ഏഡ്രിയൻ നല്ല രീതിയിലുള്ള കുരുട്ടുബുദ്ധിയും ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഈവിൾനെസ്സും നിനക്കുണ്ട്. പിന്നുള്ളത് നിക്കി, പപ്പയുടെ ക്യൂട്ട് കുട്ടി. നിന്നിനാണെങ്കിൽ ഒരുപാട് നന്മയുണ്ട്. നിങ്ങൾ 3 പേരിൽ ഈ ഒരു സ്ഥാനത്തേക്ക് ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? നന്മയുടെയും തിന്മയുടെയും ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു നരകം ഭരിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ 3 പേരിലും ആ ഒരു കഴിവ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന 10,000 വർഷം കൂടിയിട്ട് ഞാൻ ഈ ഒരു നരകം ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിക്കിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അവൻ ഈ ഒരു തീരുമാനത്തിൽ ഹാപ്പി ആയിരുന്നു. കാഷ്യസിനും ഏഡ്രിയനും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവരിങ്ങനെ പപ്പനോട് കുറെ വാദിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പപ്പ തീരുമാനം മാറ്റാനായിട്ട് തയ്യാറല്ലായിരുന്നു. ജിമ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് കിങ്ങിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഹിറ്റ്ലറിന് ആ ഒരു പണിഷ്മെന്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്, അപ്പോ അവനെ ഞാൻ വിളിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഓക്കെ ടൈം ആയിട്ടുണ്ട്. ഓ ശരി ഞാൻ ആ കാര്യം മറന്നുപോയി. ഓക്കെ മക്കളെ, ഞാൻ എന്റെ ജോലിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കിങ് എണീറ്റ് അവിടുന്ന് പോവാണ്. ഹിറ്റ്ലർ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നല്ല പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ആശാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഭൂമിയിൽ ഒരുപാട് തോന്നിവാസം കാണിച്ചു വെച്ചുകൊണ്ട് തന്നെ നരകത്തിൽ വെച്ചിട്ട് ഒരുപാട് ശിക്ഷ ഹിറ്റ്ലർ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിനെ ഇപ്പൊ വിളിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര തുറക്കാൻ വേണ്ടി പറയാണ്. അലമാര തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരുപാട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതിന്ന് ഏതെങ്കിലും ഒരു പൈനാപ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് പറയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ പൈനാപ്പിൾ ആണ് ഹിറ്റ്ലർ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ രാജാവ് പറയുന്നുണ്ട്, വലിയത് എടുക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പൈനാപ്പിൾ തന്നെ ഹിറ്റ്ലർ ഇപ്പൊ കിങ്ങിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. കിങ് ഹിറ്റ്ലറിനെ കുനിച്ചു നിർത്തിയിട്ട് അവന്റെ കുണ്ടിക്ക് തന്നെ ആ ഒരു പൈനാപ്പിൾ കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ശിക്ഷയാണ് ഹിറ്റ്ലറിനെ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഭൂമിയിൽ കാട്ടിക്കൂട്ടി വെച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോ ഇതൊക്കെ ചെറിയ ശിക്ഷയാണ്. ഇതേ സമയത്ത് തന്നെ കാഷ്യസും ഏഡ്രിയനും കൂടിയിട്ട് ചില പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏഡ്രിയൻ ഇപ്പൊ പറയാണ്, നമ്മൾ ഈ ഒരു നരകത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അച്ഛന് ഭയങ്കരമായിട്ടുള്ള അധികാരമോഹമുണ്ട്. വരാൻ പോകുന്ന 10,000 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഭരണം വിട്ടുവരുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു നരകം ഉണ്ടാക്കണം. നമുക്കിപ്പോ ഭൂമിയിലേക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ മൈൻഡൊക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. അവർ മരിച്ചു കഴിയുമ്പോൾ നേരെ നരകത്തിലേക്ക് വരുമല്ലോ, അവരെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു നരകം ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാഷ്യസ് ആണെങ്കിൽ ഇപ്പൊ അതിന് ഓക്കെ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി മരിച്ചവര് നരകത്തിലേക്ക് എത്തുന്ന തീയൊക്കെ ഇങ്ങനെ കത്തുന്ന ആ ഒരു പോർട്ടലിന്റെ ഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു വാതിൽ വഴി അവർ ചാടിയിട്ട് ഭൂമിയിലേക്ക് പോവാണ്. ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ചിട്ട് ഇവർ ഭൂമിയിലേക്ക് പോയതുകൊണ്ട് തന്നെ നരകത്തിന്റെ ആ ഒരു വാതില് ഇപ്പൊ ഇങ്ങനെ ഫ്രീസ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മരിക്കുന്ന ആൾക്കാരൊന്നും ഇനി നരകത്തിലേക്ക് എത്താനായിട്ട് പോകുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് പേടിച്ചിട്ട് ഗേറ്റ് കീപ്പർ ആയിട്ടുള്ള സ്റ്റീവ് അവിടുന്ന് ഓടിയിട്ട് രാജാവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാജാവിനോട് പറയാണ്, നിങ്ങളുടെ 2 മക്കളും ആ ഒരു ഗേറ്റ് വഴി ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർട്ടൽ അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഭൂമിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും നരകത്തിൽ എത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ അധിപനായിട്ടുള്ള നിങ്ങളുടെ പവർ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുന്നേ ആ ഒരു രാജാവിന്റെ ഒരു വിരലിപ്പ് ഇങ്ങനെ അടർന്ന് നിലത്തേക്ക് വീഴാണ്. ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ രാജാവിന്റെ ആ ഒരു പവർ മെല്ലെ മെല്ലെ കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാജാവ് ഇപ്പൊ നിക്കിനെ വിളിച്ചിട്ട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകണം. എന്നിട്ട് നിന്റെ ബ്രദേഴ്സിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവൂടാ. ജിമ്മി ഇപ്പൊ വന്നിട്ട് പറയാണ്, ഒരാഴ്ച കൂടിയേ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. അതിനു മുന്നേ കാഷ്യസും ഏഡ്രിയനും ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഡാഡിയുടെ മുഴുവൻ പവർ നശിച്ചിട്ട് അദ്ദേഹം ഇല്ലാതെയാവും. അവർ രണ്ടുപേരും പോയത് ഒരേ സമയത്താണ്. അതുപോലെ രണ്ടുപേരും ഒരേ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടൽ വീണ്ടും ഓപ്പൺ ആവുള്ളൂ. ഇപ്പൊ രാജാവും ഒരുപാട് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛാ ഞാൻ പോയിട്ട് എങ്ങനെ അവരെ എന്നെക്കാളും ഒരുപാട് പവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവര്, എനിക്കാണെങ്കിൽ ഒരു പവറും ഇല്ല, ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണോ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാജാവ് ഇപ്പൊ അവന് ഒരു സിൽവർ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഒരു ബോട്ടിലുള്ള ലിക്വിഡ് നീ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. അവർ രണ്ടുപേരും തന്നെ ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിലേക്ക് കയറിക്കോളും. പിന്നെ ഈ ഒരു ബോട്ടിലുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അച്ഛാ എനിക്കിത് പറ്റില്ല, ഒന്നെങ്കിൽ ജിമ്മിയോടോ അല്ലെങ്കിൽ ഡാഡി എന്നെ പോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ രാജാവ് പറയാണ്, ജിമ്മി നമ്മുടെ ബ്ലഡ് അല്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഭൂമിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്റെ ഒരു അവസ്ഥ നീ കണ്ടില്ലേ, എന്റെ പവർ മുഴുവനായിട്ട് ഇപ്പൊ പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോലത്തില് ഞാൻ എങ്ങനെയാണ് ഭൂമിയിലേക്ക് പോകുന്നത്? അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നിക്കിപ്പോ പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാസ്ക് ഒക്കെ വാങ്ങിയിട്ട് ഗേറ്റിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നാലും പിന്നെയും ഡാഡിനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിണുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പൊ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് മോനെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗെർലിനെ പോലുള്ള ഒരു ഡീമൺ നിക്കിനെ എടുത്തിട്ട് ആ ഒരു പോർട്ടലിലേക്ക് എറിയാണ്. ഇത്രയും കാലം നരകത്തിൽ ജീവിച്ചിട്ടുള്ള നമ്മുടെ ജിമ്മി ഇപ്പൊ ആ ഭൂമിയിൽ വന്ന് വീണേക്കാണ്. പക്ഷെ അവൻ വന്ന് വീണത് ഒരു റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു. ഈ ഒരു സമയത്ത് അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രെയിൻ എന്ന് പറയുന്ന ലൈറ്റ് നോക്കിയിട്ട് ഇതെന്താ ഇപ്പൊ എന്റെ നേരെ ഒരു ലൈറ്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിക്കി ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറയണ്ടല്ലോ, ട്രെയിൻ നേരെ വന്നിട്ട് ഒരൊറ്റ ഇടി ആശാൻ ചത്തിട്ട് നേരെ നരകത്തിൽ പോയി വീഴാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഡാഡിയും അതുപോലെ തന്നെ ജിമ്മി ഇവനെ തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ പോയിട്ട് ഒരു 10 സെക്കൻഡ് പോലും ആയില്ലല്ലോ, അതിന് മുന്നേ നീ തിരിച്ചു വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജിമ്മി പറയാണ്, അത് പിന്നെ അച്ഛാ ഒരു വലിയ ലൈറ്റ് അത് എന്നെ നേരെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വന്നേ, അടുത്ത് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കണ്ണുറക്കുമ്പോൾ ഞാൻ ഇവിടെയാണ്, അതെന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എടാ മോനെ അതിന്റെ പേരാണ് ട്രെയിൻ. അങ്ങനെയുള്ള സാമാനങ്ങളൊക്കെ വരുന്ന സമയത്ത് നീ
ചെറുതായിട്ടൊന്ന് മാറിക്കൊടുക്കടാ, ഇനി ഒട്ടും സമയമില്ല, വേഗം വിട്ടോന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ തൂക്കിയിട്ട് ആ ഒരു പോർട്ടൽ വഴി വിടുന്നുണ്ട്. നിക്കി ഇപ്പൊ ഭൂമിയിൽ വന്ന് നോക്കുന്ന സമയത്ത് ഒരു ബുൾഡോഗ് അവന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു ബോർഡും പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഡോഗിനാണെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഡോഗ് ഇപ്പോ ഇവനെ നോക്കിയിട്ട് പറയാണ്, നിക്കി നിന്നെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരുന്നത്, അപ്പൊ നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ട്രെയിൻ വരുന്നതിന് മുന്നേ വേഗം കയറിയോ, അല്ലെങ്കിൽ ഇപ്പോ നീ വീണ്ടും സാൻഡ്വിച്ച് ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനെയും കൂട്ടിയിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഈ ഒരു ബുൾഡോഗ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ബുൾഡോഗിന്റെ പേര് ബീഫി എന്നാണ്. ബുൾഡോഗ് ഇപ്പൊ പറയാണ്, എടാ ഇതാണ് ന്യൂയോർക്ക് സിറ്റി, ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, പക്ഷെ അതൊന്നും കണ്ടോണ്ട് നടക്കാനുള്ള സമയം നമുക്കില്ല, നിന്റെ ഏട്ടന്മാരെ വേഗം നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പുറത്തൊരാള് കണ്ണ് കാണാതെ നിൽക്കുന്നുണ്ടാവും, അയാളുടെ മുന്നിൽ മാത്രം പോയി ചാടാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒരാള് കുരിശൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ ദൈവത്തെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ എവിടെയോ കണ്ടതല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണത്. ആരാന്നുള്ളത് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ബീഫി നിക്കിയും കൂടി ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇയാളെ കണ്ട സമയത്ത് നമുക്ക് തോന്നിയ ഡൗട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ നിക്കിക്കും തോന്നുന്നതാണ്. നിക്കി വന്നിട്ട് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഇവൻ അടുത്ത് വന്ന സമയത്ത് തന്നെ ഈ ഒരു കണ്ണ് കാണാത്ത ആള് നരകത്തിന്റെ പ്രിൻസ് ഭൂമിയിലെത്തിയിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് ദൈവം ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അയാൾ അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ കണ്ണ് കാണാണ്ട് ഓടിപ്പോയിട്ട് ഒരു സബ്വേയിലേക്ക് പോയിട്ട് നേരെ വീഴുന്നുണ്ട്. ഇപ്പൊ ബീഫി അവനോട് പറയാണ്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അയാളുടെ മുന്നിൽ പോയി ചാടരുതെന്ന്. എന്ത് തേങ്ങെങ്കിലും ആട്ടെ, നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യണം, നിന്റെ ഈ ഒരു വൃത്തിയായിട്ട് കോസ്റ്റ്യൂം ഒന്ന് മാറ്റണം, ഒക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. ബീഫി ഇപ്പോ അവന് മാറ്റാനായിട്ടുള്ള ആ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇതെങ്ങനെ കഴിക്കാന്നൊക്കെ ബീഫി നിക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു കഷ്ണം എടുത്ത് വായിലിട്, എന്നിട്ട് ഇങ്ങനെ ചവച്ചിട്ട് എന്ന് ഇറക്കിയാൽ മതി, അപ്പൊ ഉള്ളിലേക്ക് പോയിക്കോളും എന്നിങ്ങനെ പറയാണ്. അല്ല ഞാനിപ്പോ എന്തിനാ തിന്നുന്നത് എന്നിങ്ങനെ നിക്കി ചോദിക്കുകയാണ്. ഇപ്പൊ ബീഫി പറയാണ്, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനർജി കിട്ടും, ആ ഒരു എനർജി വെച്ചിട്ടാണ് ഈ ഒരു ഭൂമിയിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല നിന്റെ ബ്രദേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നിനക്ക് നല്ല രീതിയിലുള്ള എനർജി വേണം. ഇത് പറഞ്ഞു തീർന്നപ്പോ തന്നെ നിക്കി പറയാണ്, എനിക്കിപ്പോ കുറച്ച് എനർജിയൊക്കെ കിട്ടിയ മാതിരി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് എന്റെ അച്ഛനെ പറ്റിച്ചു വന്ന കള്ള ചേട്ടന്മാരെ വന്ന് ഈ ബോട്ടിൽ കയറാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഒരു ബസ് അവന്റെ മേത്തിരിക്കുന്നുണ്ട്. വീണ്ടും ആശാൻ പടായി. ഇപ്പോ നരകത്തിൽ വന്ന് വീണേക്കാണ്. ഈ ഒരു സമയത്ത് സ്റ്റീവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ദൈവത്തിട്ട് ഈ ഒരു കാര്യമൊന്നും അച്ഛനോട് പറയരുത് കേട്ടോ, ഞാൻ വീണ്ടും തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആശാൻ ആ ഒരു പോർട്ടൽ വഴി വീണ്ടും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ബീഫി ഇപ്പോ അവനെ കൂട്ടിയിട്ട് ആ റോഡ് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എടാ നിന്റെ അച്ഛൻ നീ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ ഇവിടുത്തെ ചെലവിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പബ്ബ് പോയിട്ട് ചെറുതായിട്ട് ആ ഒരു പൈസയൊക്കെ ഒന്ന് ചെലവായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് നിൽക്കാനായിട്ട് ഷെയറിംഗിൽ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് തപ്പാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നേക്കാണ്. അവിടെ ഉണ്ടായിരുന്നത് ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ നിക്കി വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ശരി ആ ഒരു റെന്റിന്റെ കാര്യമൊക്കെ നിനക്കറിയാലോ, എല്ലാം നമുക്ക് സെറ്റ് ആക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ബീഫിനെ നോക്കിയിട്ട് പറയാണ്, ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഡോഗിനെ കയറ്റാൻ പറ്റില്ല, പുറത്ത് കടത്തിക്കോണം എന്നിങ്ങനെ പറയാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിക്കി ഭാഗത്തേക്ക് കയറി പോകുന്നുണ്ട്. ടോഡ് വന്നിട്ട് വാതിൽ അടയ്ക്കാണ്. നമ്മുടെ ബീഫി ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് നിൽക്കാണ്. കള്ള പന്നി എന്നെ അവിടെ ആക്കിയിട്ട് പോയി എന്നുള്ള രീതിയിൽ ആശാൻ നേരെ പോയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിലായിട്ട് ഐ ലവ് ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ടോഡിന്റെ ഒരു മാറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്ക് എന്നെ മൂത്രമൊഴിച്ച് വെക്കാണ്. നിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ രാത്രിയെ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന റൂമിൽ കയറിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഇവൻ നല്ല രീതിയിൽ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടോഡ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവന്റെ കൂർക്കമ്പലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേടിച്ചോടും. അങ്ങനത്തെ ഒരു ശബ്ദമായിരുന്നു. അതായത് ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾനെസ് അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലായിരുന്നു ആ ഒരു കൂർക്കമ്പലി ഉണ്ടായിരുന്നത്. ഇവനിങ്ങനെ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ടോഡ് അവിടുന്ന് പേടിച്ചോടുകയാണ്. ഈ കൂട്ടത്തില് ഇങ്ങനെ മനോഹരമായിട്ട് കൂർക്കം വലിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിക്കേ. ഞാൻ എന്തായാലും കൈവോക്കി. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം ഗൈസ്. നമ്മുടെ വീഡിയോസിനൊക്കെ ചെറുതായിട്ട് റീച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് പുതിയ വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ യൂട്യൂബ് ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തന്നെ പോവാം. ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു വലിയ പള്ളി ഇപ്പൊ കാണിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫാദറിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. സാധാരണ ദൈവത്തെ പറ്റിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാദർ ഇപ്പൊ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്തിനാണ് മക്കളെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ശിക്ഷ അത് നിങ്ങൾ മരിച്ചു ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാലം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവർ എണീറ്റ് എന്നിട്ട് പറയാണ്, എന്റെ മോൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഞാൻ ഈ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് അവൻ ആ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ മാറിയിട്ട് അവനിപ്പോ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഫാദർ പറയാണ്, അവൻ ഡ്രഗ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനെങ്കിലും കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ കുത്തിരിക്കുന്നുണ്ട്. ആർക്കാണ് ഇപ്പൊ ഗുണമുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവരുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരു കപ്പിൾ എണീറ്റ് എന്നിട്ട് പറയാണ്, ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാതിരുന്ന ഒരു കപ്പിളാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയത്. അതെനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ
ഫാദർ എടാ അത് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ് അല്ല, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന നിന്റെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന മേയറിനെ വിളിച്ചിട്ട് ഈ ഒരു ഫാദർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ മേയർ എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് എന്താ ഗുണം? ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം പാവം ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. നമ്മൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ള ശിക്ഷ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഭൂമി സ്വർഗ്ഗാക്കി മാറ്റല്ലേ മക്കളെ വേണ്ടത് എന്നിങ്ങനെയൊക്കെ ആ ഒരു ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മറ്റാരും ആയിരുന്നില്ല, ഫാദറിന്റെയും മേയറിന്റെയും ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്ന കാഷ്യസും ഏഡ്രിയനും ആയിരുന്നു. അവരവരുടെ പ്ലാൻ പോലെ ഭൂമിയിലുള്ള ആളുകളെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഒരുപാട് പാവങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ മരിക്കുന്ന സമയത്ത് ഇവരെ നരകത്തിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് അവരവരുടെ ആ ഒരു പ്ലാന് അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിക്കിനെ നോക്കുകയാണെങ്കിൽ അവൻ അതിലിങ്ങനെ അലഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫി ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ തെണ്ടി കിടന്ന സമയം കളയല്ലേ, നമുക്ക് അധികം സമയമില്ല എന്നുള്ള കാര്യം നീ മറന്നുകൊണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നിക്കാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അതില് സൈക്കിൾ വന്നിട്ടുണ്ടായിരുന്ന റാൻഡം ആയിട്ടുള്ള ഒരാളെ കയറി പിടിക്കുന്നുണ്ട്. നീയല്ല എന്റെ ബ്രദർ ആയിട്ടുള്ള കേഷ്യസ്, വന്ന് ഈ കുപ്പി കയറടാ എന്ന് പറഞ്ഞിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ നല്ലൊരു കുംഫുകാരനായിരുന്നു, പിന്നെ പറയണ്ടല്ലോ എടുത്തിട്ട് കുത്തുന്നുണ്ട്. ഇയാളുടെ അടുത്ത് മാത്രമല്ല ആ റോഡിൽ കൂടെ നടന്നോണ്ടിരുന്ന എല്ലാവരുടെ അടുത്തും ഇപ്പൊ നിക്കി ഇങ്ങനെ തല്ലെരന്ന് വാങ്ങുന്നുണ്ട്. എന്തിനധികം പറയണം, അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരൻ വരെ നമ്മുടെ നിക്കിനെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു സൂവിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കരടീന്റെ മുന്നിലേക്ക് ഈ ഒരു ഫ്ലാസ്കും കൊണ്ട് പോവാണ്. എന്നിട്ട് ഈ ഒരു ഫ്ലാസ്ക് കാണിച്ചിട്ട് കരടീനോട് പറയാണ്, കൊച്ചു കള്ള കാഷ്യസേ, നീ ഇങ്ങനെ രൂപം മാറിയിട്ട് ഈ ഒരു കൂട്ടിൽ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ, ഇങ്ങോട്ട് കയറാ ഈ ഒരു ബോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കരടീനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരടിയുടെ കൂട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ വീണ്ടും നരകത്തിലേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചത്തിട്ട് ഇപ്പൊ നരകത്തിൽ പോയി തിരിച്ചു വന്നിട്ട് ഇവ മടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ഷീണിച്ചിട്ട് നിക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കില് ഒരു വലിയ കല്ലിന്റെ മുകളിൽ അങ്ങനെ കിടക്കാണ്. ഈ ഒരു സമയത്ത് ബീഫിനോട് പറയുന്നുണ്ട്, ഇതൊന്നും എന്നെ കൊണ്ട് നടപടിയാവുന്ന കാര്യമില്ലാന്നാ തോന്നുന്നത്, എനിക്ക് എന്തായാലും നല്ല ക്ഷീണം വരുന്നുണ്ട്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ബീഫി ആണെങ്കിൽ നിന്നെ കൊണ്ട് ഇവിടെ ഒരു പുണ്ണാക്ക് നടക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബീഫി അവിടുന്ന് പോവാണ്. നിക്കി ആ ഒരു കല്ലിന്റെ മുകളിൽ കിടന്നിട്ട് നന്നായി തന്നെ ഉറങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കള്ളൻ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലാസ്കും അതുപോലെ തന്നെ ഇവൻ കഴിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന്റെ പീസും ഇത് രണ്ടും അടിച്ചു മാറ്റിയിട്ട് അവിടുന്ന് നൈസായിട്ട് മുങ്ങാണ്. ഇവനിങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോ ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾനെസ് അത് കൂർക്കംവലിയുടെ രൂപത്തിൽ പുറത്തേക്ക് വരികയാണ്. ഇവന്റെ ഈ ഒരു കൂർക്കംവലി കേട്ടിട്ട് അവിടേക്ക് ഇപ്പൊ രണ്ടാൾ നടന്നു വരുന്നുണ്ട്. സാത്താനിക് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ജോണും പീറ്ററും ആയിരുന്നു അത്. അവരിപ്പോ ഈ ഒരു കൂർക്കംവലി കേട്ടിട്ട് അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾനെസ് തിരിച്ചറിയുന്നുണ്ട്. ഇവനെ കണ്ടിട്ട് ഡാർക്ക് പ്രിൻസ് ആണെന്ന് തോന്നല്ലോ, ഇനിയിപ്പോ നമുക്ക് ഇവരുടെ ഇവിടെ കൂടാം പൊളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് നിക്കിനിപ്പോ വിളിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആ ഒരു ഫ്ലാസ്ക് ഒടിച്ചു മാറ്റിയിട്ട് ഒരു കള്ളനിപ്പോ പോയിട്ടുണ്ട്, ആ ഒരു വഴിക്കാണ് പോയതെന്നുള്ളത് ഇപ്പൊ നിക്കിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കാണ്. അയ്യോ എന്റെ ഫ്ലാസ്ക് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് നിക്കിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. ഇവൻ ഒരുപാട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഉറക്കെ കരയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഡ്രാഗന്റെ വായിന്നൊക്കെ തീ വരുന്ന പോലെ അവന്റെ വായിന്ന് ഇപ്പൊ തീ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ജോണും പീറ്ററും അത്ഭുതപ്പെട്ടിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിക്കി അവന്റെ ആ ഒരു ഫ്ലാസ്ക് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ആളെ തെരഞ്ഞിട്ട് ഇതിലേക്ക് നടക്കുന്നുണ്ട്. അവസാനം എങ്ങനെയൊക്കെയോ ഇപ്പൊ അയാളെ കണ്ടുപിടിച്ചേക്കാണ്. അയാളാണെങ്കിൽ ഈ ഒരു അടിച്ചു മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴിയോരത്ത് വെച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിക്കി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ഈ ഫ്ലാസ്ക് അതെനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലാസ്ക് ആണ്, അതെനിക്ക് തിരിച്ചു തന്നൊക്കെ നിക്കി ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൈസ വെച്ചിട്ട് സാധനം എടുത്തിട്ട് പോയിക്കോ, അതല്ലാതെ ഓരോ ഉടായ്പും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിക്കിക്കാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവന്റെ കണ്ണിങ്ങനെ തിളങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവനൊരു പാവായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഈവിൾനെസ് ഒന്നും അവൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളിപ്പോ നടന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു കള്ളനോട് പറയാണ്, നിങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫ്ലാസ്ക് അടിച്ചു മാറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ മര്യാദയ്ക്ക് ആ ഒരു ഫ്ലാസ്ക് അവന് തിരിച്ചു കൊടുത്തോ. ഇപ്പൊ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ആ പോലീസുകാരനെ വിളിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് കള്ളം പറയാണ്, അയ്യോ ഇനിയിപ്പോ അയാളെ വിളിച്ചിട്ട് വെറുതെ വള്ളി ഉണ്ടാക്കി വെക്കല്ലേ, എന്നാ നിന്റെ ഫ്ലാസ്ക് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലാസ്ക് നിക്കിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിക്കി ഇപ്പൊ ആ ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയും അവന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളോട് താങ്ക്സ് ഒക്കെ പറയാണ്. ഇവളുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വർത്താനൊക്കെ നിക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. പേര് ചോദിക്കുന്ന സമയത്ത് അവളുടെ പേര് വാലറി എന്നാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് നരകത്തിൽ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരാള് ഒരു പെൺകുട്ടീനെ കൂട്ടിയിട്ട് അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീല് അതൊക്കെ ഇങ്ങനെ നിക്കി ഇപ്പോ വാലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ വന്ന കാര്യം ആലോചിക്കാണ്ട് ഈ ഒരു പെണ്ണിന്റെ പുറകെ ഐസ്ക്രീം നിന്ന് അങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നരകത്തിലുണ്ടായിരുന്ന നമ്മുടെ ഡാഡിനെ കാണിക്കുകയാണ്. പിള്ളേർ ഓരോന്ന് ഒപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇയാളുടെ പകുതി പവറും ഇപ്പൊ പോയിട്ടുണ്ട്. കൂടാതെ തന്നെ 2 കാലും പടർന്നു പോയേക്കാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും ഡാഡിയുടെ അവസ്ഥ ഭയങ്കര ശോകമായി വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭൂമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്യസും ആൻഡ്രിയനും കൂടിയിട്ട് ഭൂമിയിലുള്ള ആൾക്കാരെ മുഴുവനും മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഓരോ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും കൂടി ബാലൻസ്ഡ് ആയി പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതൊരു ബാലൻസും ഇല്ലാതെ ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ബീഫി നിക്കും കൂടിയിട്ട് ആ ഒരു ടി
വിയിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ബീഫി പറയാണ്, ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുള്ളത്, നീ ഇപ്പൊ ഇവിടെ ചിക്കൻ നിന്നോണ്ടിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എടാ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾനെസ് അത് പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വാ, നിനക്ക് ഞാനിപ്പോ ഈവിൾനെസ് പുറത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു ട്രെയിനിങ് തരാൻ വേണ്ടി പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കൊക്കക്കോള എടുത്തിട്ട് വരാണ്. അപ്പൊ ആ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. ആ ഒരു കൊക്കക്കോള എഞ്ചിൻ ഓയിലായിട്ട് മാറ്റാൻ വേണ്ടി പറയാണ്. ബീഫ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നിക്കി ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണൊക്കെ എന്തോ മാതിരി ഇങ്ങനെ ആവുന്നുണ്ട്. ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു കോക്ക് അതിപ്പോ മെല്ലെ മേലേക്ക് ഇങ്ങനെ പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ടോഡ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിക്കിനോട് പറയാണ്, നിന്നോട് ആരാടാ എന്റെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കോക്ക് എടുത്ത് കുടിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോക്ക് അവൻ എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് അത് തുറന്നിട്ട് അത് കുടിച്ചു നോക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പറയാണ്, ഇതെന്താ കോക്കിന്റെ ടേസ്റ്റ് ഇപ്പൊ പെപ്സിന്റെ മാതിരി ആയിരിക്കുന്നത്, എന്തായാലും രണ്ടും ഒന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അതും കുടിച്ചുകൊണ്ട് നടന്നങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ബീഫിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു കോള പോലും ഓയിലാക്കി മാറ്റാൻ പറ്റാത്ത നീയൊക്കെയാണോടാ ഈവിൾ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ നിക്കിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ചൂടായി വരുന്നുണ്ട്. അവന്റെ ദേഷ്യം അങ്ങനെ കൂടിക്കൂടി വന്ന സമയത്ത് ആ ഒരു പവർ കൊണ്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു ടി വി വരെ പൊട്ടിത്തെറിച്ച് പോവാണ്. ടി വി ഇപ്പൊ പൊട്ടിത്തെറിച്ച് പോയതുകൊണ്ട് തന്നെ ഇപ്പൊ ടോഡ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നിക്കിനോട് പറയാണ്, ഇന്ന് ടി വിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാച്ച് ഉണ്ട്, എന്റെ ടി വി ആണെങ്കിൽ ഒന്ന് കേടായി പോവുകയും ചെയ്തിട്ടുണ്ട്, അപ്പൊ നിന്റെ ടി വിയിൽ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു ഗെയിം കണ്ടാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിക്കി അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു ഗെയിം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിം നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു ടീം നല്ല രീതിയിൽ കളിച്ചിട്ട് ഗോളൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു ടീം അങ്ങനെ ജയിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റെഫറി ഒരാവശ്യമില്ലാണ്ട് ഫൗള് വിളിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് ഫൗളാന്ന് പറഞ്ഞിട്ട് നന്നായി കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടീമിനെ ഇപ്പൊ ഗെയിമിൽ തോൽപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഓഡിയൻസിനാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഓഡിയൻസ് കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്കി ആ ഒരു റെഫറിനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. റെഫറിയുടെ ഈ ഒരു ജസ്റ്റർ കണ്ടപ്പോൾ തന്നെ നിക്കിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ റെഫറിയുടെ ശരീരത്തിൽ കയറിയിട്ട് ഈ ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാഷ്യസ് ആണെന്നുള്ളത് ഇപ്പൊ നമ്മുടെ നിക്കിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് മനസ്സിലായ ഉടനെ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നിക്കി ഓടി പോവാണ്. നിക്കിനെ ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോ ടോഡിനാകെ അത്ഭുതമാണ്. ഇവനിപ്പോ പോയിട്ടല്ലേ ഉള്ളൂ ഇവിടുന്ന്, ഇത്ര പെട്ടെന്ന് എങ്ങനെ അവിടെ എത്തിയേ എന്നിങ്ങനെ ടി വിയിൽ നോക്കിയിട്ട് സ്വന്തം പറയാണ്. ആ ഒരു ജനലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ബീഫി അവനോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, നിക്കി ആരാണെന്ന് നിനക്ക് അറിയാത്തോണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഭൂമിയിൽ സമാധാനം നിലനിർത്താനായിട്ട് നരകത്തിൽ നിന്നെത്തിയ ഡാർക്ക് പ്രിൻസ് ആണ് അവൻ. ഇത് കേട്ടിട്ട് ടോഡ് നിനക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോഗിനെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. ബീഫി നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് സ്റ്റേഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ട് തന്നെ അവരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവർക്കൊരു ഓഫർ കൊടുക്കുകയാണ്. നിങ്ങൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ഗോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഫ്രീ പിസ തരുന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ആ ഗോൾ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിക്കി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്. അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾ പവറിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ആ ഒരു ഗോൾ ഇടാൻ വേണ്ടിയിട്ട് ബോളിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു പവർ അങ്ങനെ ബോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ ആ ഒരു ബോൾ അവന്റെ കയ്യിലിരുന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവന് വേറൊരു ബോൾ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെങ്കിലും പൊട്ടിക്കാതെ ഒന്ന് മര്യാദയ്ക്ക് പിടിക്കിട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആ ഒരു ബോളിലേക്ക് കൃത്യമായിട്ട് അവന്റെ ആ ഒരു ഈവിൾ പവർ കൊടുക്കുകയാണ്. എന്നിട്ട് ബോളുമായിട്ട് നേരെ ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് പറക്കുന്നുണ്ട്. ബോൾ ഇപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് വീഴാനായിട്ട് തുടങ്ങിയ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്യാഷസ് ജമ്പ് ചെയ്തിട്ട് ആ ഒരു ബോൾ പിടിക്കുകയാണ്. ഇപ്പൊ നിക്കിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ഒന്നും കൂടി ട്രൈ ചെയ്യാണ്. അവന്റെ ഈവിൾ പവർ മുഴുവൻ പുറത്തെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ആ ഒരു ബോൾ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഗോൾ പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവന്റെ ആ ഒരു പവർ കാരണം ഗോൾ പോസ്റ്റിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചില്ലൊക്കെ പൊട്ടിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു പവറിൽ ക്യാഷസ് നിലത്തേക്ക് വീഴാണ്. അത്ഭുതത്തോടെ ക്യാഷസ് ഇപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എവിടുന്ന് ഇത്രയും പവറൊക്കെ കിട്ടിയത്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വെറും പഴമാരും നടന്ന ചെക്കനായിരുന്നല്ലോ, നിനക്ക് എങ്ങനെ ഇത്രയും പവറൊക്കെ കിട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിക്കിക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി തോന്നിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലാസ്ക് എടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് കണ്ടോ ചേട്ടാ, ഇതെനിക്ക് അച്ഛൻ തന്നിട്ടുള്ള ആ ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു ഈവിൾ പവർ മുഴുവനും പുറത്തേക്ക് വരും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു തീർന്നപ്പോ തന്നെ ക്യാഷ്യസ് ആ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് എന്നാൽ എനിക്കും ആ ഒരു പവർ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന ലിക്വിഡ് കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ റെഫറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ക്യാഷ്യസ് ആ ഒരു ബോട്ടിലേക്ക് കയറി പോവാണ്. നിക്കി പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ മൂടി അടച്ചിട്ട് ആശാൻ അതിന്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുത്തം കൃത്യമായിട്ട് വന്നിട്ട് നമ്മുടെ കെണിപ്പെട്ടന്റെ സന്തോഷത്തില് അവന്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ അങ്ങനെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഒരു സാത്താനിക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന ജോണും പീറ്ററും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ടോഡും ബീഫിയും എല്ലാവരും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും തന്നെ നിക്കിയുടെ ആ ഒരു സീക്രട്ട് മനസ്സിലായിട്ടുണ്ട്. അവൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തില് അന്ന് ആ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ട വാലറീനെ പറ്റിയിട്ടും ഇപ്പൊ അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ അവനോട് പറയാണ്, എടാ അങ്ങനെ ഒരു പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല,
നേരെ അവളുടെ അടുത്ത് പോയി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മോട്ടിവേഷന്റെ പവറിൽ ആശാൻ ഇപ്പൊ വെള്ളറിനെ കാണാനായിട്ട് വന്നേക്കാണ്. വെള്ളറി താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കായിരുന്നു. നിക്കിപ്പോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഏണി കൂടെ കയറിയിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലുള്ള ആ ഒരു സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ജനലിൽ കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോ അവള് നന്നായിട്ട് പേടിക്കുകയാണ്. വെള്ളറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മുഖവും കണ്ണൊക്കെ നീറിയിട്ട് ആശാൻ നേരെ തെറ്റിദ്ധരിച്ചിട്ട് താഴേക്ക് വീഴാണ്. അത്ര ഹൈറ്റിൽ നിന്ന് താഴെ വീണ്ട് അവൻ മരിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ആ ഭൂമിയിൽ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങി അതേ സമയത്ത് തന്നെ അവനിപ്പോ മെല്ലെ ഇങ്ങനെ മേലേക്ക് പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾ പവർ അതിപ്പോ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പവറിന്റെ സഹായത്തോടെ ആശാൻ ഇപ്പൊ മെല്ലെ എയറിലങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് വീണ്ടും വെലറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞാനിങ്ങനെ നരകത്തുനിന്ന് ഭൂമിയിൽ എത്തിയിട്ടുള്ള ഒരു ഈവിൾ പ്രിൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളോടും പറയുന്നുണ്ട്. അങ്ങനെ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റി മുഴുവനും ആകാശത്തോടെ പറന്നിട്ട് അവളെ ഇങ്ങനെ ചുറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി മുഴുവനും അവർ ആ ഒരു സിറ്റിയുടെ മുകളിലൂടെ പറന്ന് നടന്നിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ TV വെച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഇവൻ ഈ ഒരു സിറ്റിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മോൺസ്റ്റർ ആണ്, ഇവൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് $50 മില്യൺ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു പോലീസ് ഓഫീസർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വന്നിട്ടുള്ള ഏഡ്രിയൻ തന്നെയായിരുന്നു. നിക്കി ഇപ്പൊ പുറത്തിറങ്ങി നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതുവരെ ഭയങ്കര ഫ്രീ ആയിട്ട് നടന്ന അവനെ ഈ ഒരു $50 മില്യന് വേണ്ടിയിട്ട് അവിടെ കണ്ട ആൾക്കാർ മുഴുവനും മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഒരു ഫെൻസിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവനിങ്ങനെ ലോക്കായി പോകുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടുകാർ മുഴുവനും അവന്റെ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഈവൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട് അവൻ ഇപ്പൊ 1000 സ്പൈഡേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ആ ഒരു നാട്ടുകാർ മുഴുവനും അവിടുന്ന് ഓടുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അവന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവന്റെ സ്വന്തം രൂപത്തിലേക്ക് ഇപ്പൊ മാറുകയാണ്. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ ചേട്ടൻ ഏഡ്രിയൻ അവനെ ട്രാപ്പ് ആക്കിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവന്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിക്കി പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാളെ എന്നെ ഒന്ന് കൊല്ലടാ, ഞാൻ നരകത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ടോഡ് പറയാണ്, എനിക്ക് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരാളെ കൊല്ലണം എന്നുള്ളത്. അപ്പൊ ഞാൻ നിന്നെ കൊന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ കൊല്ല് എന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബാത്തപ്പില് അവനിങ്ങനെ മുക്കിയിട്ട് നമ്മുടെ ടോഡ് കൊല്ലാണ്. അവനിപ്പോ നരകത്തിൽ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അവന്റെ അച്ഛന്റെ കണ്ടീഷൻ വീണ്ടും ഭയങ്കര ശോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊഴിഞ്ഞു പോയിട്ട് ഹിപ്പിന്റെ ആ ഒരു ഭാഗം വരെ നശിച്ചു പോയേക്കാണ്. ഇപ്പൊ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇപ്പൊ ഇങ്ങോട്ട് എഴുതള്ളിയത്, എന്റെ അവസ്ഥ നീ കണ്ടില്ലേ, ഇനി അധികം സമയമൊന്നുമില്ല, കൂടിപ്പോയാൽ 1-2 ദിവസം കൂടി ഉള്ളൂ, അതിനുള്ളിൽ വേഗം പോയിട്ട് അമ്മമാരെ കൂട്ടിക്കൊണ്ടു പോയെന്നിങ്ങനെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് ആശാൻ വീണ്ടും ഭൂമിയിലേക്ക് വരാണ്. പക്ഷെ ഭൂമിയിൽ എത്തി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജോണും പീറ്ററും ആ ഒരു $50 മില്യൺ വേണ്ടിയിട്ട് കൂറുമാറിയിട്ടുണ്ട്. അവരിപ്പോ നേരെ ആ ഒരു സിറ്റിയുടെ ഉയർന്ന പോലീസ് ഓഫീസറുടെ രൂപത്തിലുള്ള ഏഡ്രിയനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. നിക്കി എവിടെയുള്ളതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. ഏഡ്രിയൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ഒരു $25 മില്യൺ അഡ്വാൻസ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി പൈസ അവനെ കണ്ടുപിടിച്ചതിന് ശേഷം ഓക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവരും ഓക്കെ പറഞ്ഞിട്ട് നിക്കിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഏഡ്രിയനോട് പറയാണ്, അവൻ നരകത്തിലേക്ക് പോയിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് കൂടി ആയിരിക്കും ആശാൻ തിരിച്ചു വരിക, അപ്പൊ നീ പിടിച്ചോന്ന് പറയാണ്. നിക്കി തിരിച്ചു വരുന്നതും കാത്തിട്ട് ടെഡും ബീഫിയും കൂടിയിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരെയും ഏഡ്രിയന്റെ കൂടെയുള്ള പോലീസുകാരോട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ബീഫിനെയും ടോഡിനെയും കൂടിയിട്ട് ആ ഒരു പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഏഡ്രിയൻ അവന്റെ സ്വന്തം രൂപത്തിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നാളും ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള നിക്കിന്റെ കൂടെയാണ് നടന്നിട്ടുള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ അടുത്ത് കളിക്കാന്നുണ്ടെങ്കിൽ പടി പാളും മക്കളെ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ജോണും പീറ്ററും കൂടി പറയാണ്, അങ്ങനൊന്നുമില്ല, അവൻ എന്തായാലും ഇതിൽ തന്നെ വരും, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏഡ്രിയനും അവിടെ തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു ഭാഗത്ത് കൂടി വെള്ളം അടിച്ചിട്ട് ഒരു ലേഡി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ജോണും പീറ്ററും കൂടിയിട്ട് ഈ ഒരു ലേഡീനെ പിടിച്ചു വയ്ക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ആ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അവർ ഓടിച്ചു വിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡ്രിങ്ക് അവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ആഹാ സൂപ്പർ സാധനമാണല്ലോ, ഈ ഒരു തള്ളക്കൊക്കെ എവിടുന്ന ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മദ്യം കിട്ടിയത്, ഇതൊക്കെ കുടിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം, അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഏഡ്രിയൻ അവരടുത്ത് ചോദിക്കുന്നുണ്ട്, അത്രയും ടേസ്റ്റ് ഉള്ള ഡ്രിങ്ക് ആണോ, എന്നതുകൊണ്ടാണ് ഞാൻ കുടിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡിക്കിയുടെ ഫ്ലാസ്ക് ആണ്. അതെങ്ങനെയെങ്കിലും ഏഡ്രിയനെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു നാടകമായിരുന്നു അത്. വെള്ളം ഒടിച്ച് കോൺ തട്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡിയായിട്ട് അഭിനയിച്ചത് മറ്റാരും ആയിരുന്നില്ല, വെൽറി ആയിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിന്റെ പുറകില് ഒളിച്ചു നിന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഏഡ്രിയൻ ഇപ്പോ ആ ഒരു ഡ്രിങ്ക് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങാണ്. എന്നാൽ നമ്മുടെ ജോണിന്റെ മുഖത്തുള്ള ആ ഒരു ഓവർ ആക്ടിങ് കണ്ടു കഴിഞ്ഞപ്പോ ഏഡ്രിയൻ ഇപ്പോ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കുപ്പി തുറന്നു നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലാസ്ക് അവൻ കാണാണ്. ആശാൻ ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്.
വരുന്നുണ്ട്. അവരിപ്പോ ജോണിനോട് പറയാണ്, പൊന്നു മോനെ നിക്കി, നീ ഭൂമിയിൽ വന്നപ്പോ കുറച്ച് ഷാർപ്പായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട മോനെ, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിന്റെ രൂപത്തിലേക്ക് വാ എന്നിങ്ങനെ അവനോട് പറയാണ്. വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ജോണിന്റെ ശരീരത്തിൽ നിന്ന് ആശാൻ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഏഡ്രിയനിപ്പോ കിടന്ന് ചിരിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി നാടകമായിരുന്നു, പക്ഷെ എന്റെ അടുത്ത് ഇതൊന്നും ചെലവില്ല മോനെ. ഇപ്പോ ആ ഒരു ഫ്ലാസ്ക് നിക്കീണ നേരെ നീട്ടിയിട്ട് പറയാണ്, എന്തായാലും നീ ചെയ്തു ഏട്ടൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ അതിന് പകരമായിട്ട് ഈ ഒരു ഫ്ലാസ്കിന്റെ ഉള്ളിലേക്ക് നീ തന്നെ കയറി എന്ന് പറയാണ്. എന്നിട്ട് ആ ഒരു ഫ്ലാസ്ക് അവന്റെ നേരെ നീട്ടുന്നുണ്ട്. ഇപ്പൊ നിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫ്ലാസ്കിലേക്ക് കയറുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ഏഡ്രിയൻ ദേഷ്യം പിടിച്ചിട്ട് ഏഡ്രിയൻ അവന്റെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തൂണിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന വെൽറി ഇപ്പൊ പറന്നു വന്നിട്ട് ഏഡ്രിയന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇപ്പൊ അവളെ ഇങ്ങനെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് നിക്കിനോട് പറയാണ്, മര്യാദയ്ക്ക് ആ ഒരു ബോട്ടിലുള്ളിലേക്ക് കയറിയോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ ഇപ്പൊ കൊന്നു കളയെന്ന് പറയുന്നുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നിക്കി ആ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിധത്തിൽ നമ്മുടെ ബീഫ് രക്ഷപ്പെട്ടിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അവനിപ്പോ കാല് നോക്കിയിട്ട് അവന്റെ ഉള്ളിലിരിക്കുന്ന ഒരു അമ്പ് ഇപ്പൊ ഏഡ്രിയന്റെ നേരെ വിടുകയാണ്. ആ ഒരു അമ്പ് കൊണ്ടിട്ട് ഏഡ്രിയൻ ഇപ്പൊ വേദനയായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിക്കി പോയിട്ട് വെൽറീനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഏഡ്രിയനെ ദേഷ്യം പിടിച്ചിട്ട് വെൽറീനെ പിടിച്ചിട്ട് ആ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ചാടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നിക്കി പേടിച്ചിട്ട് അവനും ആ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ചാടുകയാണ്. എന്നിട്ട് വെൽറീനെ എടുത്തിട്ട് പുറത്തേക്ക് എറിയുന്നുണ്ട്. ഇപ്പൊ ഏഡ്രിയന്റെ മേത്തേക്ക് കയറി പിടിച്ചേക്കാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ട്രെയിൻ ഇടിച്ച് മരിക്കുകയാണ്. ഈ സീൻ ഇവിടുന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് നരകത്തിലുള്ള നിക്കിയുടെ അച്ഛനെയാണ്. നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ശരീരം ഇങ്ങനെ ശോഷിച്ചിട്ട് ഇപ്പൊ കൈയും വായും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ നിമിഷം തോറും ഇയാൾ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. നരകത്തിലേക്ക് ഏഡ്രിയൻ വന്നിട്ടുണ്ട്. അവന്റെ അച്ഛൻ അവനെ കണ്ട സമയത്ത് തന്നെ നിക്കി എവിടാന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നിക്കി ആ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് അവൻ നരകത്തിലേക്കല്ല വന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് തന്നെ അവനിപ്പോ എത്തിയേക്കുന്നത് സ്വർഗത്തിലായിരുന്നു. ഒരു വലിയ പൂന്തോട്ടത്തിന്റെ നടുവിലാണ് അവൻ കിടക്കുന്നത്. ചുറ്റുമാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അവിടുന്ന് മെല്ലെ നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കുറച്ച് ഏഞ്ചൽസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഏഞ്ചല് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, മോനെ അമ്മയുടെ ചക്ര ഇത്രയും കാലം എവിടെയായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അവന്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ഏഞ്ചലാണ് അവന്റെ അമ്മ എന്നുള്ളത്. അതുകൊണ്ടാണ് നിക്കിയുടെ മനസ്സിൽ ഈ വിൽനസിനേക്കാളും കൂടുതൽ നന്മ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവന്റെ അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ മുകളിൽ അവന്റെ അമ്മ ഒന്നിങ്ങനെ തട്ടുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിപ്പോ ഒരു TV മാതിരിയൊക്കെ ആയിട്ട് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവർക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏഡ്രിയൻ അയാളുടെ ചെവിയും വായൊക്കെ എടുത്തിട്ട് ദൂരേക്ക് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സിംഹാസനത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവന്റെ അച്ഛന്റെ പവർ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇവൻ അടുത്ത രാജാവായിട്ട് മാറാണ്. അവന്റെ തലയിൽ 2 കൊമ്പൊക്കെ മുളയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ വന്നത് ഭൂമിയിലേക്കായിരുന്നു. ഭൂമിയിലുണ്ടായിരുന്ന ആളുകളോട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാത്രി 12 മണിയാകുമ്പോഴേക്കും ഇവന്റെ അച്ഛന്റെ ആ ഒരു പവർ പൂർണ്ണമായിട്ടും നശിക്കും. പിന്നെ നരകത്തിന്റെ അടുത്ത രാജാവ് അത് ഏഡ്രിയൻ ആണ്. ഇനി നന്മയുടെയും തിന്മയുടെയും ബാലൻസ് ഒന്നുമില്ല. ഈ ഒരു ഭൂമി മുഴുവനും നരകമാക്കി മാറ്റാൻ പോവാണ് ഞാൻ. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഏഡ്രിയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെലറിനെയും ജോണിനെയും പീറ്ററിനെയും അതുപോലെ തന്നെ നമ്മുടെ ടെഡിനെയും എല്ലാരെയും ഏഡ്രിയൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിക്കിക്കാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് പോകണം, ഇവരൊക്കെ എനിക്ക് രക്ഷിക്കണം എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ അവന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ നീ വിഷമിക്കണ്ട, എന്റെ പവർ ഉപയോഗിച്ചിട്ട് ഞാൻ നിന്റെ ഭൂമിയിലേക്ക് അയക്കാം എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ നിക്കി പറയുന്നുണ്ട്, ഏഡ്രിയൻ ഇപ്പോ നരകത്തിന്റെ കിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പവർ മുഴുവനും അവന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ് അവനെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ നിക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിക്കിയുടെ അമ്മയായിട്ടുള്ള ആ ഒരു ഏഞ്ചല് അവനൊരു ക്രിസ്റ്റൽ ബോൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഒരു ബോള് നിനക്ക് ആവശ്യമുള്ള സമയത്ത് അവന് നേരെയുള്ള വെപ്പണായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിന്റെ മനസ്സിലുള്ള നന്മ അതിനെ നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നിക്കിനെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഭൂമിയിലെത്തി നിക്കി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലാസ്ക് തുറന്നിട്ട് ഇപ്പൊ ഏഡ്രിയനോട് പറയാണ്, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയാണ്, ഈ ഒരു ബോട്ടിലേക്ക് വന്ന് കയറിക്കോ, അതല്ല ഒരു യുദ്ധത്തിനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും തരാൻ ഞാൻ തയ്യാറായിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഏഡ്രിയൻ പറയാണ്, ഇതാരാ നിക്കിയോ, നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെ അയാളുടെ പവർ ഉപയോഗിച്ചിട്ട് അവിടുന്ന് ഓടിക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ നിക്കി ഏഡ്രിയൻ നിൽക്കുന്ന ആ ഒരു മലയുടെ മുകളിലേക്ക് ഇപ്പൊ പറന്ന് കയറുകയാണ്. എന്നിട്ട് അവന്റെ മനസ്സിലേപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ണാങ്കുഞ്ഞിനെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട്, നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ണാങ്കുഞ്ഞിനെ ഉണ്ടാക്കിയത്, ഇതിനൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പേടിക്കൂടാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാമ്പിനെ ഏഡ്രിയൻ അവിടെ സൃഷ്ടിക്കുകയാണ്. ഈ ഒരു പാമ്പ് ഒറ്റക്കൊത്തിന് ഈ ഒരു അണ്ണാങ്കുഞ്ഞിനെ കഴിക്കുന്നുണ്ട്. നിക്കിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാമ്പിനെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടാക്കി മാറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന ഏഡ്രിയൻ ഈ ഒരു പൂന്തോട്ടം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തോട്ടക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിടാണ്. ഇപ്പൊ തോട്ടക്കാരൻ വന്നിട്ട് അവന്റെ ആ ഒരു ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഈ ഒരു പൂന്തോട്ടം മുഴുവനും നശിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നിക്കി ഈ തോട്ടക്കാരനെ ഒരു അമ്മയും കുഞ്ഞുമാക്കി മാറ്റുകയാണ്. ആ അമ്മ ഈ ചെറിയ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മനസ്സലിഞ്ഞു പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ കുഞ്ഞിനെ ഒരു ചെകുത്താനാക്കി മാറ്റാണ്. ഈ ചെകുത്താൻ അമ്മേനെ തന്നെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിക്കി അമ്മേനെ ആ ചെകുത്താന്റെ സൈസിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആക്കി മാറ്റാണ്. ഇപ്പൊ അവര് തമ്മിൽ സ്നേഹത്തിൽ അങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഏഡ്രിയന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ നിക്കിനെ പിടിച്ചിട്ട് ആ ഒരു മലേന്റെ മുകളിൽ താഴേക്ക് എറിയാണ്. ഇവൻ താഴേക്ക് വന്ന് വീണ അതേ സമയത്ത് തന്നെ അവിടെ ഒരു കട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കട്ടിലിന്റെ മുകളിലേക്കാണ് നമ്മുടെ നിക്കി പോയി വീണത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ മേലേക്ക് നോക്കുമ്പോഴാണ് സ്വർഗത്തിൽ ഇരുന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരുന്ന അവന്റെ അമ്മ തന്നെയാണ് ഈ ഒരു കാര്യം അവൻ
അവന് വേണ്ടിയിട്ട് ചെയ്തത്. ഇപ്പൊ നിക്കി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഏഡ്രിയൻ ആ ഒരു മലേന്റെ മുകളിൽ നിന്ന് ഇവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നിക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു തലേനെ എടുത്തിട്ട് വാടാ നമുക്ക് പില്ലോ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും അടിച്ചടിച്ചിട്ട് ലാസ്റ്റ് ആ ഒരു പില്ലോ ഫൈറ്റില് ഏഡ്രിയനെ തോപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് ഏഡ്രിയനെ കുടിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഏഡ്രിയൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാസ്ക് നമ്മുടെ നിക്കിയുടെ മുഖത്തേക്ക് തന്നെ ആക്കുകയാണ്. എന്നിട്ട് അവൻ അതിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ നിക്കി അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ ഏഡ്രിയന്റെ മേത്തേക്ക് നിക്കി മുറുക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏഡ്രിയനും ഇപ്പൊ ഈ ഒരു ഫ്ലാസ്കിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഫ്ലാസ്കിന്റെ ഉള്ളിൽ നല്ല പൂര തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ആൾക്കാർ മുഴുവനും ഇപ്പൊ നിക്കിയുടെ സൈഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരവിടെ കിടന്നിട്ട് ഏഡ്രിയൻ അടിച്ച് തോപ്പിക്കടാ മോനെ, നീ ഞങ്ങളുടെ ഡാർക്ക് പ്രിൻസ് ആണടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വിധത്തില് അവന്റെ ഏട്ടനെ അടിച്ചിട്ട് നിക്കി ഇപ്പൊ പുറത്തേക്ക് വരാണ്. നിക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. വെല്ലറിയും പോയിട്ട് അവനൊരു കിസ് കൊടുക്കുകയാണ്. പക്ഷെ കിസ് കൊടുത്ത ആ ഒരു സമയത്താണ് നിക്കി ഒരു ഈവിൾ ചിരിയിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് അവന്റെ രൂപം ഇപ്പൊ മാറി വരുന്നുണ്ട്. അത് ശരിക്കും നിക്കി അല്ലായിരുന്നു, അവന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഏഡ്രിയൻ ആയിരുന്നു അത്. അവനിപ്പോ ഒരു വവ്വാലിന്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇപ്പൊ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇനി അരമണിക്കൂർ സമയം കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭൂമി കൂടി ഭരിക്കാൻ പോകുന്ന നരകത്തിന്റെ രാജാവ് ഞാനാണ് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏഡ്രിയൻ അതിലിങ്ങനെ പറന്ന് നടക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലാസ്ക് നമ്മുടെ വെലറി എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്തായാലും ഈ ഒരു ഫ്ലാസ്ക് നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റും, ഈ ഒരു ഭൂമിയെ രക്ഷിക്കാനായിട്ട്, അതേപോലെ നിന്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാഷ്യസിനെ കൂടി അടിച്ചിട്ട് നമ്മുടെ നിക്കി ഇപ്പൊ പുറത്തേക്ക് വന്നേക്കാണ്. നിക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. നിക്കിയുടെ കണ്ണ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അവനിപ്പോ പറയാണ്, ഈ ഒരു ഫ്ലാസ്ക് കൊണ്ട് മാത്രം ഏഡ്രിയനെ തളയ്ക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ ബോള് അതിപ്പോ പുറത്തെടുക്കുന്നുണ്ട്. ആ ഒരു ബോള് നേരെ നിലത്തേക്ക് എറിയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റേഞ്ചിൽ പുറത്തു വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഹെവി മെറ്റൽ സോങ് ഒക്കെ പാടുന്ന ഓസി ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗായകനായിരുന്നു. അയാളുടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കിളി പറക്കും. ഇയാളെ കണ്ടപ്പോ തന്നെ നമ്മുടെ ജോണും പീറ്ററും അവരും സാത്താനിക് മ്യൂസീഷ്യൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന്മാര് ഇയാളെ കണ്ടിട്ട് പേടിച്ചിട്ട് നിലത്തേക്ക് വീഴാണ്. ഇത്രയും ക്രീപ്പി ആയിട്ട് പാട്ട് പാടുന്ന ഒരാള് ഇപ്പൊ പുറത്ത് വന്നിട്ട് ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രീപ്പി സോങ് കേട്ടിട്ട് എഡ്രിയന് വരെ പേടിയായിട്ടുണ്ട്. അവന്റെ ആ ഒരു പറക്കലിന്റെ താളം തെറ്റിയിട്ട് ആശാൻ ഇപ്പൊ നിലത്തേക്ക് വീഴാണ്. നേരെ എഡ്രിയനെ പിടിച്ചിട്ട് അവന്റെ തല ഇപ്പൊ അങ്ങോട്ട് കടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് തുപ്പുന്നുണ്ട്. എഡ്രിയനും കാഷ്യസും ഒരുമിച്ച് ഇപ്പൊ ആ ഒരു ഫ്ലാസ്കിന്റെ ഉള്ളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലാസ്ക് അടച്ചിട്ട് ഇപ്പൊ നിക്കിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും സമയമില്ല, ആരെങ്കിലും എന്നെ ഒന്ന് കൊല്ല്, എനിക്ക് പെട്ടെന്ന് നരകത്തിലെത്തണമെന്ന് നിക്കി ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് തന്നെ ഒരു വലിയ കല്ലെടുത്തിട്ട് അവന്റെ തലക്കടിച്ച് അവനെ കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ നിക്കി വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു സമയം തീരുന്നതിന് മുന്നേ നരകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവൻ വന്ന ഉടനെ ആ ഒരു ഗേറ്റ് തുറന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനൊന്നും സംഭവിക്കാതെ അയാളുടെ പവറുകളൊക്കെ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. ഇപ്പോ കിങ് ആയിട്ടുള്ള അവന്റെ അച്ഛൻ പഴയ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛനിപ്പോ ഒരുപാട് സന്തോഷമാവുണ്ട്. ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിന്റെ മനസ്സിലുള്ള ആ ഒരു നന്മയും പവറും അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനിയുള്ള കാലം നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയിട്ട് സന്തോഷമായിട്ട് നിനക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമതി ഞാൻ തരികയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. കാഷ്യസിനെ ഏഡ്രിയനെ ഇട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഫ്ലാസ്ക് അതിപ്പോ അവന്റെ ഡാഡി കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ജിമ്മി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഹിറ്റ്ലറിന് ശിക്ഷ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ പൈനാപ്പിളിന് പകരം ഏഡ്രിയനെയും കാഷ്യസിനെ ഇട്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു ഫ്ലാസ്ക് അത് തന്നെ എടുത്തിട്ട് നമ്മുടെ ഹിറ്റ്ലറിന്റെ ബാക്ക് കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ നിക്കിനെ ഇങ്ങനെ കാണിക്കുകയാണ്. നിക്കിയും അവരുടെ വൈഫും കൂടിയിട്ട് ആ ഒരു പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ മൂന്നാമതൊരാളും കൂടി ഉണ്ട്. അതായത് നിക്കിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു മുത്തശ്ശി ഈ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോ അവനെങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു മുത്തശ്ശി ഒരുപാട് ഇങ്ങനെ കൊഞ്ചിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിക്കിയുടെ കുട്ടീന്റെ വായന്ന് ഇപ്പൊ തീ പുറത്തേക്ക് വരികയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കിയുടെ മോനായതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിലും ആ ഒരു പവർ ഉണ്ട്. ഇത് കണ്ടിട്ട് മുത്തശ്ശി പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആ ഒരു മുത്തശ്ശിയെ നോക്കി ചിരിക്കുന്ന നിക്കിനെ വെല്ലറിയനെയും കാണിച്ചിട്ട് ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ഇനിയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.